വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വത്തേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ അടുക്കളത്തോട്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും അടുക്കളത്തോട്ടം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് അടുക്കളത്തോട്ടം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ച് നമ്മളെ ഹെൽത്തിനെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച് നമ്മുടെ ഹെൽത്ത് നശിപ്പിച്ച് നിത്യേന നമ്മൾ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലിങ്ങനെ ചെറിയ ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന പച്ചക്കറിയൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാനിവിടെ ചീരയൊക്കെ പാകിയിട്ടുണ്ട്. മുന്നേ നിങ്ങൾ കണ്ടത് വെണ്ടയ്ക്ക നട്ടതാണ്, അത് മുളച്ച് പൊന്തി നിൽക്കുന്നതാണ് കണ്ടത്. ഇതിപ്പോൾ ചീരയുടെ തൈകളാണ് നട്ടിരിക്കുന്നത്. ഇത് പയറാണ് കേട്ടോ. പയർ നല്ലോണം ആയി തുടങ്ങിയിട്ടുണ്ട്, പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് പയറുണ്ടാവാൻ വേണ്ടിയിട്ട്. നമ്മൾ നട്ട പച്ചക്കറികളിൽ ഇങ്ങനെയൊക്കെ കായൊക്കെ ഉണ്ടായി കിടക്കുമ്പോൾ നമുക്ക് കാണാൻ നമ്മുടെ കണ്ണിനൊരു കുളിർമയാണ്, നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്യണം, നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ നോക്കണം. ഈ കാണുന്നത് ഫുള്ളും കപ്പ നട്ടേക്കുന്നതാണേ. ഒരു 10-20 ചോട് കപ്പ നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വഴുതനങ്ങയുടെ തൈയുണ്ട്. ഇതൊക്കെ കപ്പ നട്ടേക്കുന്നതാണ്. പ്ലാത്തേൽ ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഈ നട്ടിരിക്കുന്നത് ഫുള്ളും ഇഞ്ചി നട്ടതാണ് കേട്ടോ. അപ്പോൾ രണ്ട് നിര ഫുള്ളും ഇഞ്ചിയാണ് നട്ടിരിക്കുന്നത്. അപ്പുറത്തെ നിര ഫുള്ളും മഞ്ഞളാണ് നട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് എടുക്കാൻ പാകത്തിനുള്ളത് മാത്രമേ നമ്മൾ നടുന്നുള്ളൂ. നമ്മളെല്ലാം പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ. ഈ കാണുന്നത് നമ്മുടെ വെള്ളക്കാന്താരിയുടെ ഒരു തൈയാണ്, അതായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് കറിവേപ്പിലയുടെ ചോട് ഇവിടെ നിൽപ്പുണ്ട്. വഴുതനങ്ങയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ നട്ട് വളർത്തിയിട്ട് അതിനകത്ത് ഉണ്ടാവുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. ഇത് മുളകിൻ്റെ തൈയാണ്. അതിനകത്തൊക്കെ നല്ലോണം മുളക് ഉണ്ടായി കിടക്കുന്ന കാണാം. ഇതൊരു ചാമ്പങ്ങയുടെ തൈ കൊണ്ട് നട്ടതാണ്. പിന്നെ അതാ വഴുതനങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ ഒരു മുരിങ്ങ മരമുണ്ട്, അതിനകത്ത് മുരിങ്ങക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളിൻ്റെ തൈയാണത്. കറിവേപ്പില, പിന്നെ ഒരു പപ്പായയുടെ തൈകളുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഫുള്ളും നമ്മുടെ മാങ്ങഞ്ചിയുടെ ചോടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നട്ടിട്ട് പറിക്കാതെയായിട്ട് പിന്നെയും മുളച്ചതാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.